അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മന്തിയാണ് ഇട്ടത്. ഇത് നല്ല എളുപ്പമാണ് ഫ്രണ്ട്സ്. നമ്മൾ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എല്ലാം കൂടി ഇട്ട് കുക്കറിൽ ഒരു വീസിൽ അങ്ങോട്ട് അടിക്കും. ഇതിൽ നമ്മൾ ക്യാപ്സിക്കം മെയിനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, മന്തി മസാല എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരൊറ്റ വീസിലടിപ്പിക്കുക. പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി കുതിർത്തി ഇട്ടിരുന്ന അരി ഇട്ടിട്ടുണ്ട്. അപ്പം അരി വെന്തപ്പോഴേക്ക് നമ്മൾ കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ടാ. നല്ല മണമാണ് തുറന്നപ്പോൾ തന്നെ. കണ്ട, ഹൈ അടിപൊളിയായിട്ടുണ്ട്. വെള്ളമൊന്നും അധികം ഇല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൽ ഞാൻ ചിക്കൻ ക്യൂബ് കുറവാണ് തോന്നിപ്പോൾ ഒരു 2 കഷ്ണം കൂടി ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ കല്ലുപ്പ് തന്നെയാണ് നമ്മൾ ചോറിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ നാരങ്ങ പിഞ്ഞതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തണ്ട വലിയൊരു ചെമ്പിൽ നമ്മൾ അങ്ങോട്ട് ദമ്മിടാണ് മക്കളെ. കണ്ട, അതിന് വേണ്ടി നല്ല പാർന്ന് അടിപൊളിയാക്കി വെച്ചിട്ടില്ലേ, കണ്ടേ. ഇനി അതിലേക്ക് ഇത്തിരി കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്ത് സുന്ദരിമണികളായിട്ടുള്ള കൊലുന്നനുള്ള ചോറിന് അങ്ങോട്ട് പരത്തി കൊടുക്കട്ടാ. ഇത് ഞങ്ങൾ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗോൾഡൻ റൈസ് ഇവിടെ ആർക്കും ഇഷ്ടമുള്ള, വൈറ്റ് റൈസാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കനൽ പുകയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കനലിലേക്ക് കുറച്ച് സൺഫ്ലവർ വെച്ച് അപ്പം തന്നെ മൂടി വയ്ക്കണം. പിന്നെ ഈ ചോറ് ഇങ്ങോട്ട് തുറന്നാണ്ടല്ലോ എൻ്റെ മക്കളെ, അവിടെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അടിപൊളി ചോറാണ് ഇട്ടാ. അപ്പോൾ ഇനി ചോറ് മാത്രം പോരല്ലോ, അതിലേക്കുള്ള മയോണൈസും കൂടി വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട, 4 വെളുത്തുള്ളി, വിനാഗിരി, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കട്ടാ. പിന്നെ സൺഫ്ലവർ കുറച്ചാക്കണ്ട, പിന്നെ ഒഴിച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകൂടാനും